പാക് സൈന്യത്തിൽ കടുത്ത ഭിന്നത. സൈനിക മേധാവി ജനറൽ അസിം മുനീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കീഴുദ്യോഗസ്ഥർ. മുനീർ സൈന്യത്തെ വ്യക്തി താൽപര്യത്തിനും രാഷ്ട്രീയ താൽപര്യത്തിനും ഉപയോഗിക്കുന്നതായാണ് വിമർശനം. ഗൗതം അനന്തനാരായണൻ ചെയ്യുന്ന വിവരങ്ങളുമായി. ഗൗതം, എന്താണ് പൊട്ടിത്തെറിയുടെ കാരണം? വിവരങ്ങൾ എന്താണ്? വീണ, ഈ പട്ടാള മേധാവിക്കെതിരെ ഇപ്പോൾ കീഴുദ്യോഗസ്ഥർ തന്നെ പടയൊരുക്കം നടത്തുകയാണ്. പ്രധാനമായും ഈ മുനീറിനെതിരെ ഉയർന്ന ആരോപണം പാകിസ്ഥാനിലെ സൈന്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സൈന്യം പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത്. അടുത്ത കാലത്ത്, അതായത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സ്ഥാനത്ത് നിന്ന് ഇറക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പട്ടാളം പരാജയപ്പെട്ടു എന്ന ആരോപണമുണ്ട്. ഒപ്പം 2024 അവിടുത്തെ പൊതു തെരഞ്ഞെടുപ്പ് സൈന്യം അട്ടിമറിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രൊവിൻസിലെ പ്രശ്നങ്ങൾ, രണ്ട് പ്രവിശ്യകളിലായി, ഒന്ന് ഖൈബർ പഖ്തൂൺ മേഖലയിൽ പാക് താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഘടനവാദ പ്രവർത്തനമാണെങ്കിലും ബലൂചിസ്ഥാനിലെ വിമോചന പോരാട്ടമാണെങ്കിലും ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കാൻ പട്ടാളത്തിന് കഴിയുന്നില്ല എന്ന വിമർശനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കീഴുദ്യോഗസ്ഥർ, കേണലന്മാരും വിവിധ ബ്രിഗേഡുകളുടെ തലപ്പത്തുള്ള കമാൻഡർമാരും ഉൾപ്പെടെ ഇപ്പോൾ സംയുക്തമായ ഒരു കത്ത് സൈനിക മേധാവിക്ക് തന്നെ അയച്ചിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശം നൽകുന്നതാണ് ഈ കത്ത്. ഓക്കെ, ശരി ഗൗതം.